സന്ധ്യയെ രാജഗിരി ആശുപത്രിയിലേക്ക് മാറ്റുമെന്നതാണോ ഇപ്പോൾ അറിയാൻ കഴിയുന്നത്? അതിപ്പോൾ ഏറ്റവും ഒടുവിലായി നമുക്ക് ലഭിക്കുന്ന വിവരം അതാണ്. ഇപ്പോൾ രാജഗിരി ആശുപത്രിയിലേക്കാണ് ആദ്യം മാറ്റുന്നത്. അവിടെ നിന്ന് എത്തി സ്ഥിതി പരിശോധിച്ച ശേഷം ഭേദപ്പെട്ട ശേഷം മറ്റ് ആശുപത്രിയിലേക്ക് മാറ്റുന്നതിനെ പറ്റി ആലോചിക്കും എന്നുള്ളതാണ് ഇപ്പോൾ അറിയുന്നത്. കാരണം കാലിന് ഗുരുതരമായി തന്നെ പരിക്കേറ്റിട്ടുണ്ട്. ഈ ബീം ഉൾപ്പെടെ ഈ കാലിലേക്ക് വീണാണ് ഒരു പരിക്കേൽക്കുന്ന സാഹചര്യം ഉണ്ടായത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ രാജഗിരിയിലേക്കാണ് ആദ്യം മാറ്റുക. അവിടെ നിന്നും ആലോചിച്ച ശേഷം മറ്റു ആശുപത്രിയിലേക്ക് മാറ്റി. ഇപ്പോൾ രാജഗിരിയിലേക്ക് മാറ്റുന്നതിന് മുന്നോടിയായിട്ടുള്ള പ്രാഥമിക ചികിത്സകൾ അടിമാലി താലൂക്ക് ആശുപത്രി നൽകിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് ഡ്രസ്സിംഗ് റൂമിന് പുറത്തും കാണാൻ വേണ്ടി കഴിയുന്നത്. അല്പസമയത്തിനകം തന്നെ ആംബുലൻസ് ഉൾപ്പെടെ സജ്ജമായി കിടക്കുകയാണ്. അല്പസമയത്തിനകം തന്നെ സന്ധ്യയെ രാജഗിരി ആശുപത്രിയിലേക്ക് മാറ്റുന്ന നടപടികളിലേക്ക് പോകുമെന്നാണ് ഇപ്പോൾ വ്യക്തമാക്കുന്നത്. ഈ കാലിനാണോ ഗുരുതര പരിക്ക്, അലൻ? അതെ, കാലിനാണ് ഗുരുതര പരിക്കേറ്റിട്ടുള്ളത്. സ്വാഭാവികമായും 4-5 മണിക്കൂറോളം ഈ ഒരു മുറിക്കുള്ളിൽ കുടുങ്ങിക്കിടക്കുന്ന സ്ഥിതി ഉണ്ടായിരുന്നു. അതുകൊണ്ട് ശ്വാസതടസ്സവും നേരിടുന്നതായി പറയുന്നുണ്ട്. അതിനാൽ തന്നെയുള്ള ചെറിയ വേരിയേഷനുകളെല്ലാം തന്നെ സന്ധ്യയിൽ പ്രകടമായിട്ടുണ്ട്. ഇതെല്ലാം പരിശോധിച്ചതിന് ശേഷമാണ് വിദഗ്ധ ചികിത്സ ലഭിക്കാൻ സാധ്യതയുള്ള അത്യാഹിത വിഭാഗങ്ങളുള്ള ICU സംവിധാനമുള്ള ആശുപത്രിയിലേക്ക് മാറ്റുന്നതിന് വേണ്ടി തൊട്ടടുത്ത രാജഗിരി ആശുപത്രിയിലേക്ക് മാറ്റാനുള്ള തീരുമാനത്തിലേക്ക് ഇപ്പോൾ ആരോഗ്യ പ്രവർത്തകർ മാറുന്നത്. ഈ കാലിനുള്ള പരിക്ക് അത് ഗുരുതരമാണ്, അതല്ലാതെ ഗുരുതരമായ മറ്റെന്തെങ്കിലും ആരോഗ്യ പ്രശ്നമുണ്ടോ? ഡോക്ടേഴ്സ് അത് പറയുന്നുണ്ടോ, അലൻ? ഇല്ല, മറ്റ് പരിക്കുകളെ പറ്റിയൊന്നും ഇതുവരെയും പറഞ്ഞിട്ടില്ല. നിലവിൽ ഇപ്പോൾ നമുക്ക് അറിയാൻ വേണ്ടി കഴിഞ്ഞത്, നമ്മൾ ആദ്യഘട്ടത്തിൽ നമുക്ക് തന്ന വിവരം അനുസരിച്ച് ഈ കാലിലുള്ള പരിക്ക് അല്പം ഗുരുതരമാണ്, അത് അടിയന്തരമായി ചികിത്സിക്കേണ്ടതായുണ്ട്. അപ്പോൾ അത് ICU സംവിധാനമുള്ള ആശുപത്രിയിലേക്കാണ് ആദ്യം മാറ്റേണ്ടത് എന്നുള്ള സ്ഥിതിയാണ് ആദ്യം പറഞ്ഞത്. അതിന്റെ ഭാഗമായാണ് ഇപ്പോൾ രാജഗിരിയിലേക്ക് മാറ്റുന്നത്. സ്വാഭാവികമായും ഈ ഇത്രയും നേരം ഈ മുറിക്കുള്ളിൽ കുടുങ്ങിക്കിടുന്നതിന്റെ ഭാഗമായുള്ള ബുദ്ധിമുട്ടുകളെല്ലാം തന്നെ സൗമ്യയ്ക്ക് ഉള്ളതായും ആശുപത്രി വൃത്തങ്ങൾ വ്യക്തമാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇതെല്ലാം വിശദമായി നോക്കുന്നതിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ ആരോഗ്യ സ്ഥിതി പൂർണ്ണമായും മെച്ചപ്പെടുന്ന നിലയിലേക്ക് മാറുന്നത് വരെയും രാജഗിരി ആശുപത്രിയിൽ തുടരണം എന്നുള്ളതാണ് ഒരു തീരുമാനമെടുത്തിട്ടുള്ളത്. ആ തീരുമാനത്തിന്റെ ഭാഗമായാണ് ഇപ്പോൾ സന്ധ്യയെ രാജഗിരിയിലേക്ക് കൊണ്ടുപോകുന്നുള്ള തീരുമാനത്തിലേക്ക് ആശുപത്രി വൃത്തങ്ങൾ എത്തുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.